ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ 3ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് സൂറത്തുൽ ബലദ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് വരുന്നത്, ആയത്തുകൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ട് നമുക്ക് ഇതിലെ ഓരോ ഹർഫുകളും ഉസ്താദ് പാരായണം ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി ഓതുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖ്തഹമൽ അഖബഹ വമാ അദ്റാക മൽ അഖബഹ ഫക്കു റഖബഹ أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. فلقتحم العقبة لا فلقتحم العقبة وما أدراك ما العقبة وما أدراك ما العقبة فك رقبة فك رقبة أو إطعام في يوم ذي مسغبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة മത്രബയും തമ്മിൽ മാറരുത്, ശ്രദ്ധിക്കണം. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة وتواصوا بالصبر وتواصوا صاد ശ്രദ്ധിക്കുക. أولئك أصحاب الميمنة أولئك إلى مد متصل. والذين كفروا بآياتنا هم أصحاب المشأمة പിന്നെന്താണ്? عليهم نار مؤصدة صدق الله العظيم. സൂറത്തുൽ ബലദ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നെക്റ എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ കുറച്ച് വേർഡ്സുകൾ അതിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വായിക്കുക. അപ്പോഴാണ് നമുക്ക് ഖുർആനോത്ത് ഒന്നും കൂടെ എളുപ്പമാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓതിയ ഓർഡറിൽ ഇങ്ങനെ വായിക്കരുത്. നമ്മൾ ഇടവിട്ടിട്ട് ഉമ്മമാരെ കുട്ടികളെ കൊണ്ട് ചോദിക്കുക. അപ്പോഴാണ് അവർ അക്ഷരം നോക്കി പറയാൻ പഠിക്കുകയുള്ളൂ. മറ്റേത് അവർ ഓതിയ ഓർഡറിൽ അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഫലക്ക് തഹമ ഫലക്ക് തഹമ. ഇവിടുത്തെ ഈ ഇടയിൽ അലിഫ് ഉച്ചരിക്കാൻ പാടില്ല. ഈ വസ്ലിൻ്റെ സോദിൻ്റെ തല പോലുള്ള അലിഫ്, വസ്ലിൻ്റെ അലിഫ് എന്നാണ് ഇതിന് പറയാം. ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. അപ്പോൾ അവിടെ ഇത് ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എക്സാമിന് വരും, മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ അലിഫാണ് ഉച്ചരിക്കാത്തത്. ഫലക്ക് തഹമ മനസ്സിലാക്കുക. പിന്നെന്താണ്? വമാ അദ്റാക വമാ അദ്റാക മൽ അഖബ മൽ അഖബ. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ താ ആണ്. അപ്പോൾ ഇവിടെ ഹ ആയിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. അഖബ. ഉസ്താദിൻ്റെ പാരായണം ഒന്ന് ശരിക്കും കേട്ടു നോക്കിയാൽ മതി. എല്ലാ സ്ഥലത്തും അവസാനത്തിൽ ഹ വഖഫ് ചെയ്യുന്നത് മനസ്സിലായില്ല? മൽ അഖബ യൗമിൻ ദീ മസ്അബ
ذا مقربة ذا مقربة وتواصوا بالمرحمة وتواصوا بالمرحمة أصحاب الميمنة بآياتنا بآياتنا أصحاب المشأمة أصحاب المشأمة نار مؤصدة نار مؤصدة. അപ്പോൾ അതൊക്കെ ഉച്ചാരണം മനസ്സിലാക്കുക, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേർഡ്സുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഖുറാനിൽ നോക്കിയിട്ട് ഓതുക, അതിൽ കണ്ടെത്തുക ഇതിലെ വേർഡ്സ് എവിടെയെന്നൊക്കെ കണ്ടെത്തിയിട്ട് അത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാം. ഇനി നമുക്കിവിടെ ഇഹ്ഫാ കബില ദാല് ദാല് കൊണ്ട് കബില ദാല് ദാല് കൊണ്ട് ഇഹ്ഫ ആയത് നമ്മൾ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ദാലാണ് പുള്ളിയുള്ള ദാല്. അപ്പോൾ ഇവിടെ നാറൻ ദാത്ത ഇവിടെ വന്നിട്ടുണ്ട്, മന്ദല്ലതി ഇവിടെയും വന്നിട്ടുണ്ട്, പിന്നെ ഫ അന്തർത്തുക്കും ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ മിന്ദിക്കിരി ഇവിടെ വന്നു, മൊത്തം ആമന്ത ഇവിടെ തൻവീന് ശേഷം വന്നു, അമിന്ദുരിയാത്തി ഇവിടെ നൂനിന് ശേഷം വന്നു, മുന്തിരീൻ ഇവിടെ നൂനിന് ശേഷം ദാല് വന്നു, പിന്നെ നഫ്സിന്ദായ ഇവിടെ വന്നു തൻവീന് ശേഷം ദാല്, പിന്നെ സിൽസിലത്തിൻ ദർഉഹ തൻവീന് ശേഷം ദാല് വന്നു. അപ്പോൾ അതൊക്കെ നൂൻ എന്താണ് തൻവീൻ എന്താണ് അതിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണെന്നൊക്കെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കുക. അത്രയാണ് ഇവിടെ ഒക്കെ പഠിപ്പിക്കാനുള്ളത്. അത് ഇഹ്ഫ ആണ് എന്നുള്ളത് ഒരു ഐഡിയ അവർക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ അവിടെ നാറന്താത്ത അങ്ങനെ ഓതുന്ന രീതി, അങ്ങനെ ഓതുന്നതാണ് ഇഹ്ഫ. അങ്ങനെ അത്ര മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ കേട്ടോ. നൂനിൻ്റെയും തൻവീൻ്റെ ശേഷം ദാല് കൊണ്ട് ഇഹ്ഫ ആയത് അടയാളപ്പെടുത്താം. ഇതുന്തിറ ഇവിടെ വന്നു, പിന്നെ ഉന്തിറ ഇവിടെ വന്നു, പിന്നെ അന്തർത്തഹും ഇവിടെ ഉണ്ട്, തുന്തിറുഹും ഇവിടെ വന്നു, പിന്നെ തുന്തിറു ഇവിടെയുണ്ട്, പിന്നെ ലിയുന്തിറ ഇവിടെ ഉണ്ട്, അമിന്ദുജിയത്തി മുന്തിറൂൻ മനസ്സിലായോ? അപ്പം ഇങ്ങനെ വന്നതൊക്കെ മനസ്സിലാക്കി അവർ ഇഹ്ഫാ വരുന്നത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വർക്കുകളൊക്കെ എല്ലാവരും ചെയ്ത് മനസ്സിലാക്കണം. കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് അവർക്ക് നൂനും തൻവീനൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ ശേഷം ദാല് വന്നിട്ടുണ്ടോ നോക്കി അടയാളപ്പെടുത്താൻ അവരെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യിക്കണം. എന്നിട്ട് ഉമ്മമാരായ നിങ്ങൾ അവർ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒക്കെ നമ്മൾ ഉസ്താദ് ചെയ്യിക്കുന്നില്ല എന്ന് ഉസ്താദുമാരെ പഴി ചാരണ്ട. അവർക്ക് കിട്ടുന്ന സമയം പരിമിതമാണ്. അതുകൊണ്ട് അവർ കുട്ടികളെ ഓതാൻ പഠിപ്പിക്കുകയാണ് കാര്യമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നമ്മളെ കുട്ടികളെ നന്നായിട്ട് ഖുർആൻ ഓതുന്നവരെ തജ്വീദ് അനുസരിച്ച് ഓതുന്നവരിലേക്ക് എത്തിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് സൂറത്തുൽ ബലദിൽ അതിലെ രണ്ടാമത്തെ ഭാഗത്ത് വന്ന വർക്കുകൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞു പോകുന്നത് പിന്നെ മാറ്റി ചെയ്യുന്നത് ഏതാണ് കട്ട് ചെയ്യാമെന്ന് ശ്രദ്ധിക്കാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക, അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.